ഇന്ന് ലോക മാനസികാരോഗ്യ ദിനമാണ്. മാനസികാരോഗ്യ ചികിത്സയെപ്പറ്റിയും ചികിത്സാലയങ്ങളെപ്പറ്റിയും അകാരണമായൊരു സ്റ്റിഗ്മ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. മധ്യകേരളത്തിലെ പ്രധാന മാനസികാരോഗ്യ ചികിത്സാലയമായ പൈങ്കുളം മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേട്ടുനോക്കാം. അടുക്കുതെറ്റിയ കടലാസു തുണ്ടുകൾ പോലെ കാറ്റിൽ ചിതറുന്ന ചിന്തകൾ, ആരുമില്ലെന്ന തോന്നലിൽ താളം തെറ്റുന്ന മനസ്സിന്റെ നൂൽപാലം, സമൂഹം ഭ്രാന്ത് എന്ന് വിളിച്ച ഉൾത്തടങ്ങളുടെ രോഗാവസ്ഥ. മുറിവേറ്റ മനസ്സുമായി വന്നവരെ സുഖപ്പെടുത്തുകയായിരുന്നു പൈങ്കുളം സേക്രഡ് ഹെർട്സ് ഹോസ്പിറ്റൽ. എന്നിട്ടും അകാരണമായ ഒരു ഭയം ആ പേരിനു ചുറ്റും തളം കെട്ടി നിന്നു. പക്ഷേ എല്ലാം തിരുത്തി എഴുതുകയാണ് പുതിയ തലമുറ. തീർച്ചയായിട്ടും സ്റ്റിഗ്മ ഒരു പരിധിവരെ കുട്ടികളിൽ ഇപ്പോൾ ഇവരോട് ആരോട് ചോദിച്ചാലും മാനസിക പ്രശ്നം ശാരീരിക പ്രശ്നം പോലെ കുട്ടികളോട് ചോദിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ശാരീരിക പ്രശ്നം പോലെ തന്നെ മാനസിക പ്രശ്നവും പരിഗണിക്കേണ്ടതാണ് എന്നുള്ളൊരു ധാരണ കുട്ടികളിലുണ്ട്. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ കണ്ടറിയാനെത്തിയതാണ് വിദ്യാർത്ഥികൾ. വിവിധ തരം മാനസിക പ്രശ്നത്തെപ്പറ്റി ഇവിടെ സാറ് ഞങ്ങളോട് സംസാരിച്ചു. പിന്നെ കുട്ടികളിലുണ്ടാവുന്ന ലഹരിയുടെ ഉപയോഗം എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ പേരിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ചെറുതായിട്ടൊരു അറിവ് ഇവിടുന്ന് ഈ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാനസിക ആരോഗ്യ ചികിത്സ ഇന്ന് കൂടുതൽ സുരക്ഷിതമാണ്. ഭയപ്പെട്ട് മാറ്റിവെക്കേണ്ട ഒന്നല്ല മനസ്സിൻ്റെ ആരോഗ്യം. സൈക്യാട്രിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അതിന് ക്ലിയർ കട്ടായിട്ടുള്ളൊരു സയൻറ്റിഫിക് ബേസിസ് ഉണ്ട്. ബേസിക്കലി നമ്മുടെ ബ്രെയിനെയും മനസ്സിനെയും ബാധിക്കുന്ന ഒരു രോഗമാണ്. മനസ്സെന്ന് പറയുന്ന ബ്രെയിൻ്റെ നമ്മുടെ ഒരു ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ സേഫർ ആയിട്ടുള്ള മെഡിക്കേഷൻ ഉണ്ട്. നമ്മൾ അതല്ലാതെ ഇപ്പം ഈ CBT എന്നൊക്കെ പറയുന്ന സൈക്കോളജിക്കലായിട്ടുള്ള കുറേ തെറപ്പീസ് ഉണ്ട്. ഇപ്പം നേരത്തെ കാലത്തെക്കാളും സേഫറായിട്ടുള്ള മെഡിക്കേഷൻ ഇപ്പം ഉണ്ട്. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ആശുപത്രി സംഘടിപ്പിക്കുന്നത്. ഇരുണ്ട ഇടനാഴികളിൽ നിന്ന് തുറന്ന ആകാശങ്ങളിലേക്കാണ് യാത്ര. മീഡിയ 1 ഇടുക്കി.